all doing good. And we expect that you all have watched our last vlog on camel race. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ലിറ്റിൽ വേൾഡ് കുവൈറ്റിലാണ്, which is a global village. ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ദുബായിലെ ഗ്ലോബൽ വില്ലേജ് ആണ് അല്ലേ? എന്നാൽ ദുബായിലെ പോലെ ഒരു ഹ്യൂജ് ഇവന്റ് അല്ല ഇത്. But still we are very much excited to see this event. You know why? Because this is the first ever global village event happening in Kuwait. ഇവിടെ കുറേ പവലിയൻസ് ഉണ്ട്. കുവൈറ്റ്, ഇന്ത്യ, ഫിലിപ്പൈൻസ്, ചൈന, കൊറിയ, ജപ്പാൻ, തായ്ലൻഡ്, അങ്ങനെ ഓരോ കൺട്രീസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള പവലിയൻസ് ഉണ്ടെന്നാണ് കേട്ടത്. അതുപോലെ ഈ കൺട്രീസിനെ മാത്രമല്ല, കോണ്ടിനെന്റ്സ് ആയിട്ടും ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, അങ്ങനെ ഓരോ കോണ്ടിനെന്റ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടും പവലിയൻസ് ഉണ്ട്. ഈ കൺട്രീസിന്റെയും കോണ്ടിനെന്റ്സിന്റെയും ഒക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ്, അവരുടെ ഓരോ കൾച്ചറൽ പ്രോഡക്ട്സ്, എക്സിബിറ്റ്സ്, ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അകത്ത് പോയി നോക്കിയാലേ അറിയത്തുള്ളൂ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. സോ ഇത് ലിറ്റിൽ വേൾഡ് ആണോ ബിഗ് വേൾഡ് ആണോ എന്ന് അകത്ത് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം അല്ലേ? കമോൺ. ഗ്ലോബൽ വില്ലേജിനെ പറ്റി അറിയാത്തവർക്കായി ചെറിയൊരു ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ പല കൺട്രീസിൽ നിന്നുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഇവന്റ് ആണ് ടു ഷോകേസ് ദെയർ കൾച്ചർ, ട്രഡീഷൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഈ ഇവന്റിൽ പല പവിലിയൻസ് ഉണ്ടാകും. പവിലിയൻസ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സ്റ്റോൾസ് റിപ്രസെന്റിംഗ് വേരിയസ് നേഷൻസ് ഓർ കോണ്ടിനെന്റ്സ്, ഫുഡ്, ക്രാഫ്റ്റ്സ്, മ്യൂസിക്, ഡാൻസ് ആൻഡ് അതർ പെർഫോമൻസസ്. സോ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള കൾച്ചർ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റിലാണല്ലോ. സോ കുവൈറ്റിന്റെ പവിലിയൻ തന്നെ ആദ്യം വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കുവൈറ്റിന്റെ പാവിലിയനിലുള്ള അൽ വത്താൻ സ്വീറ്റ് ഷോപ്പിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അവരുടെ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആയ കോക്കനട്ട് ഫിംഗേഴ്സ് ആണ് ഞങ്ങൾ മേടിച്ചത്. ചോക്ലേറ്റ് ആൻഡ് കോക്കനട്ട് കോട്ടിംഗ് ഉള്ള ഒരു സ്പെഷ്യൽ സ്വീറ്റ് ആണിത്. ഞാൻ പൊതുവെ ഒരു കോക്കനട്ട് ഫ്ലേവർഡ് ഫാൻ അല്ല കേട്ടോ, പക്ഷേ ഇതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇത് അതിന്റെ കളർ ചേഞ്ചാ, പക്ഷെ ഇത് ഒന്നും കൂടി ഒരു അടിപൊളിയില്ലേ. This is also 15 kg? 15 kg. Thank you. No problem. So he's from this shop. The shop name is? This shop Name Azhar. Name Azhar. Thank you. So this is the Azhar shop. So നല്ല സ്റ്റൈലിഷ് ബൂട്ട്സ് ഒക്കെ കുവൈറ്റിൽ വന്ന് വാങ്ങണമെങ്കിൽ ഹസാർ ഷൂസിൽ വന്നാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. Cute balls. ഈ കാണുന്നത് പവിലിയന്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മിനി ഔട്ട്ഡോർ ഫുഡ് കോർട്ടാണ്. നമ്മളിപ്പോൾ കുവൈറ്റ് പവിലിയനിൽ നിന്ന് ഇറങ്ങി ആൻഡ് എൻറ്റേർഡ് ദ മെയിൻ ഫുഡ് കോർട്ട് ഏരിയ. ഇവിടെ പല കൺട്രീസിന്റെ റെസ്റ്റോറൻറ്റ്സ് കാണുന്നുണ്ട്. ഈ ഫുഡ് കോർട്ടിന്റെ മിഡിൽ ഏരിയയിലുള്ള ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ബോട്ട് ഷേപ്പിലായിരുന്നു. ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ് മാത്രമല്ല കേട്ടോ, വേറെയും ഒരുപാട് കൺട്രീസിന്റെ ഫുഡ് സ്റ്റോൾസ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് വഴിയെ കാണാം.
ഞങ്ങളുടെ വ്ളോഗ്സ് കണ്ടവർക്കറിയാം ബബിൾ ടീ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഡ്രിങ്ക് ആണെന്ന്. സോ വി ഓപ്റ്റഡ് സൂഫ്ലി ലാറ്റെ ആൻഡ് കാരമൽ മിൽക്ക് ബബിൾ ടീ ഡ്രിങ്ക്സ്. ബബിൾ ടീ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലിറ്റിൽ വേൾഡിന്റെ ഈ ബ്യൂട്ടിഫുൾ സ്റ്റേജ് ഷോ ഞങ്ങൾ കണ്ടത്. ആൻഡ് ദ കിഡ്സ് ഡെലിവേർഡ് എ ഹാർട്ട് വാർമിംഗ് ആൻഡ് ലൈവ്ലി സിംഗിങ് പെർഫോമൻസ് ദാറ്റ് captivated the audience. What an energetic performance. Merhaba Turkey. ആദ്യം തന്നെ ടർക്കിയുടെ ഐക്കോണിക് ഡെക്കറേറ്റീവ് എലമെന്റ് ആയ ടർക്കിഷ് ബ്ലൂ ടൈൽസ് ആണ് ഈ പവലിയന്റെ വാളിൽ ഞങ്ങൾ കണ്ടത്, വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇസ്ലാമിക് ആർട്ട്, പെർട്ടിക്കുലർലി സീൻ ഇൻ മോസ്ക്, പാലസസ് ആൻഡ് അതർ ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ്സ് ഇൻ ടർക്കി. പലതരം ടർക്കിഷ് സോപ്സ് ആണ് ഈ കാണുന്നത്, ലൈക്ക് ഒലീവ് ഓയിൽ സോപ്പ്, റോസ് സോപ്പ്, ഹണി സോപ്പ്, എക്സെട്ര എക്സെട്ര. ടർക്കിഷ് പീപ്പിൾ സോപ്പ് മേക്കിംഗ് ഒരു ആർട്ട് ആയിട്ടാണ് കാണുന്നത്. ടർക്കിഷ് ബാത്ത്സ് ആർ ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദെയർ കൾച്ചറൽ എക്സ്പീരിയൻസ്. ടർക്കിഷ് ബാത്തിനെയാണ് ഹമാം എന്ന് പറയുന്നത്. Same smell, a big size. You know, we use always the Turkish hammam. But there's a sponge inside. Like Anything like you can use for body and face. നോർമൽ സോപ്സ് അല്ലാതെ സ്പഞ്ച് സോപ്സും അവിടെ അവൈലബിൾ ആയിരുന്നു. അതായത് സ്പഞ്ചിന്റെ ഉള്ളിൽ സോപ്പ് എംബഡഡ് ആയിരിക്കും. 1 2 kg. 1 2 kg. 3 5. Like a discount, that's 6. സാഫ്രൺ സോപ്പ് സ്പഞ്ച് ആണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്, വിച്ച് ഇസ് ബിലീവ്ഡ് ടു ഹാവ് സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ്. ലെറ്റ്സ് സീ വെദർ അവർ സ്കിൻ ബ്രൈറ്റൻസ് ഓർ നോട്ട്. തൊട്ടടുത്ത് തന്നെ ടർക്കിഷ് ഫാൻസി ഷോപ്പ് ആയിരുന്നു. സോ ഈ ഷോപ്പിൽ ഈവിലൈയുടെ ബ്രേസ്ലെറ്റ്സ് ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ഈവിലൈയുടെ പ്രോഡക്റ്റ് എന്തെങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നു. സോ ഐ ബോട്ട് ആൻ ഈവിലൈ ബ്രേസ്ലെറ്റ്. Hi, how are you? Good. കൊള്ളാമോ എന്റെ ബ്രേസ്ലെറ്റ്? അങ്ങനെ 2K പവലിയനും കണ്ടു കഴിഞ്ഞു. അടുത്ത പവലിയനിൽ കയറുന്നതിന് മുന്നേ ഒരു ബ്രേക്ക് ആകാമെന്നും ഞങ്ങൾ കരുതി. മെയിൻ ഫുഡ് കോർട്ട് ഏരിയ ഫുള്ളി ക്രൗഡഡ് ആയിരുന്നു. ഒരു ഷവോമയൊക്കെ കഴിച്ച് നെക്സ്റ്റ് പവലിയനിൽ കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ഷോപ്പിന് മുന്നിൽ ചെന്നപ്പോൾ അവിടെ ഒരു ലോങ് ക്യൂ ആയിരുന്നു. ബട്ട് ദ വേ റിയലി പെയ്ഡ് ഓഫ് because the shawarma was so delicious and yum. Welcome to Europe. ആദ്യം തന്നെ ഒരു റഷ്യൻ സ്റ്റോളിലാണ് ഞങ്ങൾ കയറിയത്. നിങ്ങൾക്കിപ്പോൾ തോന്നും റഷ്യ എങ്ങനെ യൂറോപ്പിലായെന്ന്. Russia is the largest country in the world which occupies 1/10 of all land on earth and it spans in Europe and Asia. ഇതാണ് ദ ഐക്കോണിക് ഫാബൂജെ എക്സ്, ദ ഇംപീരിയൽ കോറനേഷൻ എക്സിന്റെ ഒരു റെപ്ലിക്ക. ഇതാണ് റഷ്യൻ മാട്രിയോഷ്ക ഡോൾസ്. ഇതൊരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. യൂഷ്വലി എ സെറ്റ് ഓഫ് 5 or 12. ഒന്നിനുള്ളിൽ ഒന്നായിട്ടാണ് ഇത് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നെസ്റ്റഡ് ഡോൾസ് എന്നും വിളിക്കാറുണ്ട്. This is also for hair? Yes. This is to take your That's magic you're doing. yes. This is a big It's kind of a mask. yes. Not much. Also, it's What about treatment for your nails. It can grow for your nails and be strong. Guys, let's explore Asia.
ഏഷ്യൻ പാവിലിയനിൽ മലേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, തായ്ലൻഡ് ആൻഡ് ഫിലിപ്പൈൻ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ജ്വല്ലറീസ്, കഫ്താൻസ്, ബീച്ച് വെയർസ്, ബാത്ത് ആക്സസറീസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ഇതിന്റെയൊക്കെ സ്റ്റോൾസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ജ്വല്ലറി ഐറ്റംസ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. ബട്ട് ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലി ബിക്കോസ് ദേ സെഡ് ഇറ്റ്സ് ഓൾ മെയ്ഡ് ഓഫ് ഒറിജിനൽ സ്റ്റോൺസ്. ഇവിടെ കുറച്ച് വെറൈറ്റി ഹീൽസ് ഒക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കി. ഇവിടെ കുറെ ബൂട്ട്സും വെഡ്ജസും ഒക്കെ ഉണ്ടായിരുന്നു. കുവൈറ്റിൽ ഇപ്പോൾ വിന്റർ സീസൺ ആയതുകൊണ്ട് വിന്റർ കളക്ഷൻ ആണ് കൂടുതലും ഡിസ്പ്ലേ ചെയ്തിരുന്നത്. അങ്ങനെ ഏഷ്യൻ പാവിലിയൻ കണ്ടു കഴിഞ്ഞു. വീണ്ടും ഒരു ബ്രേക്ക്. ദിസ് ടൈം വി ആർ ഗോയിങ് ഫോർ 7 Seasons സ്ട്രോബെറി മിൽഫോയ്, which is basically a French dessert. പക്ഷെ അവിടെയും നല്ല റഷ് ആയിരുന്നു. മിൽഫോയ് ഉണ്ടാക്കുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് സ്ട്രോബെറി വേണ്ടെങ്കിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിസ്താഷ്യോ, ഒറിജിനൽ കസ്റ്റർഡ് ആൻഡ് ന്യൂട്ടല്ല വിത്ത് ആൽമണ്ട്സ്. ഈ കാണുന്നത് ന്യൂട്ടല്ല വിത്ത് ആൽമണ്ട്സിന്റെ മിൽഫോയ് ആണ്. ഫൈനലി we got our milfoy and every bite was a delight. And thank God we got seating near the stage itself. Next പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ഇതാണ് ടനൂറ ഡാൻസ്, the traditional dance of Egypt. ടനൂറ means skirt in English. ഈ ഡാൻസിന്റെ ഓരോ മൂവ്മെന്റിനും ഓരോ മീനിങ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് സ്പിന്നിങ് റെഫേഴ്സ് ടു ഇൻഫിനിറ്റി. ഈ ഡാൻസ് ചെയ്യുന്നവർക്ക് ഭയങ്കര ബാലൻസ് ആണ്. നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോ തല കറങ്ങി വീണെന്ന് നോക്കിയാൽ മതി. ഈ ഡാൻസർ ഓഡിയൻസ് ആയിട്ട് നല്ല ഇന്ററാക്ഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഓഡിയൻസിന് ഈ ഡാൻസ് പെർഫോം ചെയ്യാൻ ചാൻസസും കൊടുത്തിരുന്നു. പാവിലിയൻസ് ഇനിയും ബാക്കിയുണ്ട്. അടുത്ത പാവിലിയനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഫൺ ഫെയർ ഇവന്റ് ഒന്ന് കാണാം. കിഡ്സിനും അഡൾട്ട്സിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. ഇതാണ് ചുരോസ്, ഒരു സ്പാനിഷ് ഡിലൈറ്റ് ആണിത്. ഇതൊരു സീ ഫുഡ് സ്പെഷ്യൽ റെസ്റ്റോറന്റ് ആണ്. ചോക്ലേറ്റ് ഡിപ്പ് സ്ട്രോബെറി സ്ക്യൂവേഴ്സ് ആണ് ഈ കാണുന്നത്. ഇതാണ് ദ ജൈജാന്റിക് മാഷ്മെല്ലോ ലോലിപോപ്സ്. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള റെസ്റ്റ് റൂം ഫെസിലിറ്റീസ് ആണ് ഈ കാണുന്നത്. ഇത് യൂറോപ്യൻ പാവിലിയന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോൾ വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ലിറ്റിൽ വേൾഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിറ്റിൽ വേൾഡിന്റെ കോമ്പൗണ്ട് വാൾസ് ഫുൾ ഓരോരോ പാവിലിയൻ അനുസരിച്ചിട്ടുള്ള തീമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് GCCയുടെ പാവിലിയൻ. ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് UAE ഇത്രയും ചേർന്നതാണ് GCC. പലപ്പോഴായും UAEയിൽ എന്തെങ്കിലും ഇവന്റ്സ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റോൾ മാറുമ്പോൾ ഞങ്ങളോട് പലപ്പോഴായും ചോദ്യങ്ങൾ വരാറുണ്ട്, നിങ്ങൾക്ക് ഇതൊന്നും ആപ്ലിക്കബിൾ അല്ലേ എന്ന്. എന്നാൽ ദ ആൻസർ ഈസ് നോ. കുവൈറ്റ് ഈസ് എ സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് കൺട്രി ബട്ട് ഇസ് എ പാർട്ട് ഓഫ് GCC. എന്ന് വെച്ചാൽ കുവൈറ്റ് UAEയുടെ ഒരു എമിറേറ്റ് അല്ല. ഒരു മെയിൻ അറബ് ട്രഡീഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളുടെ ലാസ്റ്റ് വ്ലോഗ് ക്യാമൽ റേസ് ഇവന്റ് നടക്കുമ്പോഴും ഇതുപോലെ ഇൻസെൻസ് കൊണ്ടുവന്നിരുന്നു. പണ്ടുള്ള അറബ്സിന്റെ ഒരു ബിലീഫ് ആയിരുന്നു ഈ
ഇൻസെൻസിന്റെ സ്മോക്ക് അവരുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ എത്തിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ റിലീജിയസ് റിച്വൽസിൽ കോമൺ ആണ്. സെന്റ് പോലെ. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓത്തന്റിക് ഊഡ് വാങ്ങി ആൻഡ് ഇറ്റ് സ്മെൽസ് സോ ഗുഡ്. ഇതൊരു മിനി പോർട്ടബിൾ ചെസ് ബോർഡ് ആണ്. നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈസ്. ഇതാണ് ഈജിപ്തിന്റെ പവിലിയൻ. ഈ പവിലിയന്റെ വാൾ ഫുൾ ancient Egyptian symbols ആയിരുന്നു. And these symbols are called hieroglyphs, representing Egyptian culture, religion and worldview. Which country? Egyptian جلابية. Egypt. خلي العجوزة سوية. സാനി ബൊനാനി, ആഫ്രിക്ക. ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ വോവൻ ഗ്രാസ് ഓർ റാഫിയ ബാഗ്സ് ആണിത്. ദീസ് ബാഗ്സ് ആർ ഇക്കോ ഫ്രണ്ട്ലി. ഈ ബാഗ്സ് ഉണ്ടാക്കുന്ന ടെക്നിക് അവർ അവരുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് അക്വയർ ചെയ്തതാണ്. പല ആഫ്രിക്കൻ കമ്മ്യൂണിറ്റീസിന് ഇങ്ങനത്തെ ബാഗ്സ് ഉണ്ടാക്കുന്നത് ഒരു വൈറ്റൽ ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഈ ആനിമൽ ആർട്ട് സ്റ്റാച്യൂസിന് ആഫ്രിക്കയിൽ കൾച്ചറൽ, സ്പിരിച്വൽ ആൻഡ് സിംബോളിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് വെറും ഡെക്കറേഷന് വേണ്ടി മാത്രമല്ല, ഫെങ്ഷുയിലൊക്കെ ഉള്ളതുപോലെ ഓരോ ആനിമൽസിനും ഓരോ മീനിങ് ഉണ്ട് ആഫ്രിക്കൻ കൾച്ചറിൽ. ആഫ്രിക്കൻ സൊസൈറ്റീസ് എപ്പോഴും നേച്ചറുമായി വളരെ കണക്റ്റഡ് ആണ്. ആൻഡ് ആനിമൽ സ്റ്റാച്യൂസ് ആർ എ വേ ടു റിഫ്ലക്ട് ദിസ് ഡീപ് ബോണ്ട് വിത്ത് വൈൽഡ് ലൈഫ്. വെൽക്കം ടു ചൈന. ചൈനയുടെ പവലിയനിൽ സ്റ്റോൾസ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഫാൻസി ഷോപ്സും കുറച്ച് ഡ്രസ്സും ഒക്കെയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഞങ്ങളുടെ ഡിന്നർ ടൈം ആയി. അതുകൊണ്ട് വീണ്ടും ഫുഡ് കോർട്ടിലേക്ക് ഇറങ്ങി. വിശപ്പൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഡിന്നർ മിസ്സാക്കാൻ പാടില്ലല്ലോ. കോട്ട് തായി റെസ്റ്റോറന്റിലെ സ്റ്റിർ ഫ്രൈ നൂഡിൽസ് ആണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. ഈ തവണ സീറ്റിംഗ് കിട്ടിയില്ല. അവിടെ അധിക പേരും സീറ്റ് കിട്ടാത്തത് കൊണ്ട് ആ ബോട്ടിന് മേലെയായിരുന്നു. സോ വി ഓൾസോ ഫോളോഡ് ദി സെയിം. ഡിന്നർ ഒക്കെ കഴിഞ്ഞ് ഒന്നും കൂടി എനർജറ്റിക് ആയി ഞങ്ങൾ ജപ്പാൻ ആൻഡ് കൊറിയ പാവലിയനിൽ കയറി. ജപ്പാൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ടെക്നോളജിയെ പറ്റിയാണല്ലോ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ കൊറിയൻ സ്കിൻ പ്രോഡക്ട്സും. അതൊക്കെ തന്നെയായിരുന്നു ഈ പാവലിയനിലും അവർ ഷോക്കേസ് ചെയ്തിരുന്നത്. ഇതൊരു കോൺസെപ്റ്റ് ഓറിയന്റഡ് പ്രോഡക്ട്സിന്റെ സ്റ്റോൾ ആയിരുന്നു. ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലായിരുന്നു. അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത്.
even if it's character, logo, name, speech, whatever. സാധാരണയായി ഡെക്കോർ ഐറ്റംസ് നമ്മൾ വാങ്ങുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റോറിൽ ചെന്നാൽ നമ്മൾക്ക് എന്ത് ഐഡിയ ഉണ്ടെങ്കിലും അതേപോലെ ഐറ്റംസ് നമ്മുടെ സ്പേസിനൊത്ത് റെഡിയാക്കി തരും. So you send us the photo that you want us to do. We do sample. After that, we send it to you. If you like it, you can start with the wall. ഇതാണ് നൈറ്റ് ഗ്ലോയിങ് ടീഷർട്സ്. പേര് പോലെ തന്നെ ഡാർക്ക് സീനിൽ ഗ്ലോ ചെയ്യും. Finally, the wait is over. We are in India. India, the land of diversities. ഇതുവരെ കണ്ട പവിലിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ പവിലിയൻ ആയിരുന്നു വലുത്. ഹോം ഡെക്കോർസ്, എത്നിക് വെയർസ്, ട്രൈബൽ ഹെയർ കെയർ പ്രോഡക്ട്സ്, നമ്മുടെ സ്വന്തം ഹൈദരാബാദി ബിരിയാണി, കോലാപൂരി ജ്യൂത്തീസ്, ബീഡഡ് ഹാൻഡ് ബാഗ്സ്, ഇന്ത്യൻ സ്നാക്സ്, അങ്ങനെ ഒത്തിരി സ്റ്റോൾസ് ഉണ്ടായിരുന്നു. മറ്റൊരു വെറൈറ്റി ഐറ്റം കണ്ടത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ടീ ഷോപ്പ് അല്ലെങ്കിൽ ചായക്കട. ഒരു ടിപ്പിക്കൽ ചായക്കടയിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ലിറ്റിൽ വേൾഡ് കുവൈറ്റിലെ ലിറ്റിൽ വിശേഷങ്ങൾ. ഇതൊരു ഫെസ്റ്റിവൽ ആയിരുന്നു ഞങ്ങൾക്ക്. എവറിഡേ 3 PM to 11 PM ആണ് ഇവിടുത്തെ ടൈമിങ്സ്. സോ ഇതുവരെ ലിറ്റിൽ വേൾഡ് കാണാത്തവരുണ്ടെങ്കിൽ ഇത് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ. Colorful decors, happy faces, full-on entertainment and the world of flavors. And that's what Little World is all about. So കുവൈറ്റിന്റെ ഈ ലിറ്റിൽ വേൾഡ് ഒരു കുട്ടി ബിഗ് വേൾഡ് ഒക്കെയാണ്. And we enjoyed really well. പിന്നെ നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. We are ending our vlog here. So please do like, share and subscribe to Priyanka Pradeep Vlogs. Bye.